എന്റെ ഹൃദയത്തിന്റെ ഉടമ. രചന ജാസ്മിൻ കുഞ്ഞോൾ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. എന്താടി നിന്റെ മുഖത്ത് ഇത്ര ഗൗരവം? രാവിലെ പ്രഭാകരന്റെ വീട്ടിലേക്ക് കയറി ചിലവേ വാതിൽ തുറന്ന ശാന്തയുടെ മുഖം കണ്ടതും പ്രശാന്ത് ചോദിച്ചു, എനിക്കെന്ത് ഗൗരവം? അതും പറഞ്ഞിട്ട് അവനെ ശ്രദ്ധിക്കാതെ അവൾ കിച്ചണിലേക്ക് പോയി. സംശയത്തോടെ അവളെ നോക്കി അവൻ പ്രഭാകരന്റെ റൂമിലേക്ക് നടന്നു. ആഹാ, ഇതാരും പ്രശാന്തോ? 2 ദിവസമായിട്ട് ഇങ്ങോട്ടൊന്നും കണ്ടതേ ഇല്ലല്ലോ. ഇവിടെ ഇല്ലായിരുന്നോ? ഇല്ല പ്രഭാകരേട്ടാ, ഞാൻ കൂട്ടുകാരുടെ കൂടെ ഒന്ന് ബാംഗ്ലൂരിൽ പോയിരുന്നു. ഇന്നലെ രാത്രി എത്തിയത്. അതെയോ? ഞാൻ ഇന്നലെ ശാന്തിയോട് ചോദിച്ചായിരുന്നേ, അവൾക്കറിയില്ല എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ വരാം പ്രഭാകരേട്ടാ പറഞ്ഞിട്ട് ആ റൂമിൽ നിന്ന് കിച്ചണിലേക്ക് നടന്നു. ശാന്ത പിൻവശത്തെ വാതിൽപ്പടിൽ പുറത്തേക്ക് നോക്കി നിൽപ്പാണ്. പ്രശാന്ത് ശബ്ദമുണ്ടാക്കാതെ പിന്നിലൂടെ ചെന്നിട്ട് അവളുടെ അരക്കെട്ടിൽ കൈകൾ മുറുക്കി. അവന്റെ ശ്വാസം തന്റെ മുഖത്തെട്ടിയതും അവളുടെ ഹൃദയം പിടച്ചു. വേണ്ട, പോ, എന്നെ തൊടണ്ട. അവന്റെ കൈകൾ ശക്തിയോടെ തന്നിൽ നിന്ന് വിടുവിച്ച് അവൾ തന്റെ ജോലിയിലേക്ക് നീങ്ങി. എന്താടി ഇത്? ഞാൻ പറഞ്ഞില്ല നിന്നോടെല്ലാം? പറഞ്ഞു. നിന്റെ ജീവിതത്തിൽ എനിക്കുള്ള റോൾ അവസാനിക്കാറായി എന്നുള്ളത് നീ പറയാത്തതിന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഡീപ് വേണ്ട പ്രശാന്ത്, നീ 2 ദിവസമായിട്ട് ഇങ്ങോട്ട് വരാത്തിന്റെ കാരണം എനിക്ക് നന്നായിട്ട് അറിയാം. അവളുടെ കൂടെ കൂടിയതിൽ പിന്നെ നിനക്ക് എന്നെ ആവശ്യമില്ലാതായി. ഇല്ലടി, ഇന്നലെ സത്യത്തിൽ ഞാൻ നാട്ടിലായിരുന്നു. ഗണേശന്റെ കൂടെ ബാംഗ്ലൂർ പോയതായിരുന്നു. അതീ പറഞ്ഞ് ഞാൻ വിശ്വസിച്ചു. എന്നെപ്പറ്റി നീ എന്തൊക്കെ കരുതിയാലും ശരി, എന്നാലും ഒരു കാര്യം നീ മറക്കാതിരിക്കുക. ഈ പ്രശാന്ത് എവിടെ പോയാലും എങ്ങനെ നടന്നാലും നിനക്കുള്ള ഞാൻ തന്നിരിക്കും. അതുപോലെ നിനക്ക് പോരാ. എൻ്റെ ജീവനുള്ള കാലം വരെയും എൻ്റെ എല്ലാമായി നീ കൂടെ വേണം. എൻ്റെ എന്ത്? പ്രശാന്ത് അവളെ തുറിച്ചു നോക്കി. അതിനെ നിന്നെ ഈ ശാന്ത ഒരാൾക്ക് വിട്ടുകൊടുക്കില്ല എന്ന്, അതിലപ്പുറം ഒന്നുമില്ല. പ്രശാന്തിനെ നോക്കി കടുപ്പത്തിൽ പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് നടന്നു. പ്രശാന്ത് ആണെങ്കിൽ അവൾ പോയ വഴിയെ നോക്കി ഒരേ നിൽപ്പ് നിന്നു. ശില്പ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കൈ കഴുകി മുകളിലേക്ക് ഓണിപ്പടി കയറാൻ തുടങ്ങിയവയാണ് കോളിംഗ് ബെൽ അടിഞ്ഞത്. അവൾ 4 ഭാഗവും നോക്കി. അവിടെ എങ്ങും ആരുമില്ല. ചേച്ചിയും ബാക്കിയുള്ളവർ അടുക്കളയിലാണ്. എല്ലാവരും അവരുടേതായ ജോലിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അവളോടൊന്നിനും കൂടുതൽ ആരും പോവാറില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇഷ്ടമുള്ളപ്പോൾ വന്ന് കഴിക്കും, കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകും. സിറ്റ് പോലും ഇപ്പോൾ അവളോട് അധികം മിണ്ടാറില്ല. വീണ്ടും ആളിലെ ബെല്ലടിഞ്ഞു മായ ധൃതിയിൽ ഓടി വന്നു. ശില്പയൊന്ന് കടുപ്പിച്ച് നോക്കിയിട്ട് അവൾ വാതിൽ തുറക്കാനായി ഓടി. വാതിൽ തുറന്നും പുറത്തു നിൽക്കുന്നവരെ കണ്ട് അവൾ അത്ഭുതത്തോടെ നോക്കി. അമ്മയും ശിവയും ശ്രേയയും. എന്തേ ചേച്ചി ഇങ്ങനെ നോക്കിയിരിക്കാനാണോ പ്ലാൻ? അകത്തേക്ക് വിളിക്കുന്നില്ലേ? ശിവ ഒരു ചിരിയോടെ ചോദിച്ചു. മായ ഒരു ചമ്മലോടെ അവരകത്തേക്ക് വിളിച്ചു. ശോഭയും ശ്രേയയും ശിവയും അകത്തേക്ക് കയറി. നിങ്ങളിരിക്കുക, ഞാൻ കുടിക്കാനെടുക്കാം. മോളെ ശില്പ. പെട്ടെന്നാണ് ശോഭ കോണിപ്പടി നിൽക്കുന്ന ശില്പയെ കണ്ടത്. അവർ വേഗത്തിൽ അവൾക്കരിയിലേക്ക് ചെന്നു. അവളാണെങ്കിൽ അമ്മയെ നോക്കിയൊന്ന് ചിരിച്ചെന്ന് വരുത്തി. മോളെ, നിന്റെ മുഖം എന്താ വല്ലാണ്ട്? സുഖല്ലേ നിനക്ക്? ശോഭ അവളെ സൂക്ഷിച്ചു നോക്കി. എനിക്കൊന്നുമില്ല അമ്മേ. അവളൊരു പതർച്ചയോടെ മറുപടി പറഞ്ഞു. നീ ഒന്നും കഴിക്കാറില്ലേ? ആകെ ഒരു ക്ഷീണം പോലെ. ഒന്ന് പോവാമേ, എനിക്കൊന്നുമില്ല. അതും പറഞ്ഞ അവൾ വേഗത്തിൽ മുകളിലേക്ക് കയറിപ്പോയി. എന്താ അമ്മേ? ഒരു ട്രേയിൽ അവർ കുടിക്കാനായി ജ്യൂസ് കൊണ്ടുവന്നിട്ട് മായ ചോദിച്ചു. അത് മോളെ, അവളുടെ മുഖമൊക്കെ വല്ലാണ്ട് ക്ഷീണം വായിച്ച പോലെ തോന്നുക. അല്ല, അവൾക്ക് എന്തെങ്കിലും വയ്യായിക്കുണ്ടോ? മായയുടെ കയ്യിൽ നിന്ന് ജ്യൂസ് വാങ്ങിക്കൊണ്ട് സംശയത്തോടെ ശോഭ ചോദിച്ചു. അമ്മ ഇത് എന്തൊക്കെയാ പറയുന്നത്? അവൾക്ക് എന്തുണ്ടാവാനാ? എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കറിയില്ലേ. ഇങ്ങോട്ട് വല്ല അടുപ്പൊന്നില്ലെങ്കിലും ഞാൻ അവളുടെ കാര്യങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഒന്നും ഇല്ലാണ്ടിരിക്കട്ടെ. ശോഭ ഒരു വേദനയോടെ പറഞ്ഞിട്ട് സോഫയിലേക്ക് ഇരുന്നു. അപ്പോഴേക്കും പത്മവും യശോദയും മുത്തശ്ശിയും അവർ അവർക്കടുത്തേക്ക് വന്നു. പിന്നെ ഓരോ വിശേഷങ്ങളും പറഞ്ഞിട്ട് അങ്ങനെ നിന്നു. ആ സമയമൊന്നും ശില്പ താഴേക്ക് വന്ന് നോക്കിയതേയില്ല. ലച്ചു ഓടിക്കവച്ചാണ് ഓഫീസിലേക്ക് എത്തിയത്. അച്ഛൻ രാവിലെ ജോലിക്ക് പോയതുകൊണ്ട് അവൾ ബസ്സിലായിരുന്നു വന്നത്. ബസ്സിൽ നിന്നിറങ്ങി ഓഫീസ് ഗേറ്റിലെത്തിയപ്പോഴേ അവൾ ആകെ വിയർത്തിരുന്നു. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറിയതും കണ്ടു എല്ലാവരുടെയും വണ്ടി അവിടെ കിടപ്പുണ്ട്. അയ്യോ, എല്ലാവരും വന്നല്ലോ. അവൾ പേടിയോടെ നെഞ്ചിൽ കൈവച്ച് മുന്നോട്ട് നടന്നു. മോളെ. പെട്ടെന്ന് പിന്നിൽ നിന്ന് പ്യൂൺ ശശിയുടെ വിളി കേട്ടു. മോളിന്ന് വൈകിയോ? ആ, ബസ് കിട്ടാൻ വൈകി. എന്നാ മോളോട് ശ്രീഹരി സാർ കോൺഫറൻസ് ഹാളിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ആണോ? ആ അതെ. അതും പറഞ്ഞിട്ട് അദ്ദേഹം പോയി. ലച്ചു ഓഫീസിലേക്ക് കടന്നു. ആരുമില്ല അവിടെ. ഈശ്വര, ശ്രീഹരി സാർ ഇന്ന് രാവിലെ നല്ല രീതിയിൽ പെരുമാറിയതാ. ആ സന്തോഷം ഇപ്പോഴും മനസ്സിലുണ്ട്. അതിപ്പോൾ ഇല്ലാതാവുമല്ലോ. നല്ലൊരു ദിവസമായിട്ട് സാറിന്റെ വായിന്ന് വഴക്ക് കേൾക്കാനാവും തന്റെ വിധി. ഒരു വിറയറോടെ സ്വയം പറഞ്ഞിട്ട് തന്റെ ടേബിളിൽ ബാഗും വെച്ചിട്ട് അവൾ കോൺഫറൻസ് ഹാളിലേക്ക് നടന്നു. ഡോറിനരികിലെത്തി അവളും നിന്നു. നെഞ്ചിലെ വിറയിലൊതുക്കി സ്വയം ധൈര്യം വീണ്ടെടുത്ത ശേഷം കൈ ഡോറിൽ തട്ടി. അകത്തു നിന്നും ഒരു നിമിഷം നിശബ്ദത. കമീൻ എന്ന ശബ്ദം കേട്ടതോടെ അവൾ ശ്വാസം പതുക്കി വിട്ട് ഡോറ് തുറന്നു. ഡോറ് പതുക്കെ തുറന്നു. ഡോറ് പതുക്കെ തുറന്നു. അകത്തു നിന്നുള്ള ശബ്ദങ്ങൾ അവളുടെ കാതിലേക്ക് ഇരച്ചു കയറി. ഒരു നിമിഷം അവളുടെ കണ്ണുകൾ വിസ്മയം പൂണ്ടു. അപ്രതീക്ഷിതമായ നിമിഷം അവളെ പൂർണ്ണമായി നിശ്ചലമാക്കി. തിരിച്ചൊരു വാക്കുപോലും പറയാനാവാത്ത അവസ്ഥയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അടുത്ത നിമിഷം അവൾ ആ അമ്പരപ്പിൽ നിന്ന് പുറത്തേക്ക് വന്നു. മന്ദമായ ഒരു പുഞ്ചിരി മുഖത്ത് വിരിയിച്ചു. താങ്ക് യു.
ശബ്ദം അല്പം വിറയിലോടെയായിരുന്നു അവൾ പറഞ്ഞൊപ്പിച്ച്. ശ്രീലക്ഷ്മി ഇരിക്കൂ, ശ്രീഹരി പറഞ്ഞു. അവൾ പതിയെ അനുവിന്റെ അരികിലായി വന്നിരുന്നു. ശ്രീലക്ഷ്മി നമ്മുടെ ഓഫീസിൽ പുതുതായിട്ട് വന്ന ആളല്ലേ, ഇന്ന് നമുക്ക് മീറ്റിംഗ് അറേഞ്ച് ചെയ്തുകൊണ്ട് ഇവിടുന്ന് ഒരു ബർത്ത്ഡേ വിഷസ് അറിയിക്കാന്ന് കരുതി. ശ്രീഹരി പറഞ്ഞു. എല്ലാവരും പുഞ്ചിരിച്ചു. ഓഫീസിലെ കുറച്ച് കാര്യങ്ങൾ കൂടെ ചർച്ച ചെയ്തിട്ട് ഒരു കേക്കും കട്ട് ചെയ്തിട്ടാണ് ആ മീറ്റിംഗ് ശ്രീഹരി അവസാനിപ്പിച്ചത്. രാവിലെ ശാന്ത പറഞ്ഞ കാര്യങ്ങൾ ഓർത്തെടുത്ത് ഒരാലോചനയോടെ തന്റെ റൂമിൽ കിടക്കുമ്പോഴാണ് പ്രശാന്തിന്റെ ഫോൺ റിങ് ചെയ്യുന്നത്. അവൻ കൈയെത്തിച്ച് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ശില്പ. അവനൊരു ദേഷ്യത്തോടെ കോള് കട്ട് ചെയ്തു. അടുത്ത നിമിഷത്തിനുള്ളിൽ വീണ്ടും കോൾ വന്നു. നാശം എന്ന് പറഞ്ഞിട്ട് ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. പ്രശാന്തേട്ടാ. ഒരു കരച്ചിൽ ചീള അവന്റെ കാതിൽ പതിഞ്ഞു. പ്രശാന്ത് ഒരു ഞെട്ടലോടെ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ശില്പ, എന്താണോ? എന്തുപറ്റി എനിക്ക്? അത് പ്രശാന്തേട്ടാ, എനിക്കൊരു സംശയം. എന്താടി? അവനാകെ വിയർത്തു. അതെ, ഞാൻ. അവളുടെ കരച്ചിൽ അവന്റെ കാതുകളിൽ ചിന്നിച്ചിതറി. ഏയ്, അതൊക്കെ തനിക്ക് വെറുതെ ഒന്നും ഉണ്ടാവില്ല. അവനവളെ സമാധാനിപ്പിച്ചു. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ പ്രശാന്തേട്ടാ? ഇപ്പോഴോ? അതെ, എനിക്കൊന്ന് കണ്ടാൽ മതി. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോവാം. ആ, അങ്ങനെയ്ക്ക് വാ. അമ്മയ്ക്കൂടെ പോകാനെന്ന് പറഞ്ഞിരുന്നു. ചിലപ്പോൾ പോവായിരിക്കും, ഞാൻ വിളിക്കാം. പ്രശാന്ത് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു. അവന്റെ ഉള്ളിൽ ശാന്തയുടെയും ശില്പയുടെയും മുഖം മാറി മാറി തെളിഞ്ഞു. വല്ലാത്തൊരു പിരിമുറുക്കത്തോടെ അവൻ റൂമിൽ നിന്ന് പുറത്തു കിടന്നു. ശില്പക്കാകെ സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു. എന്ത് ചെയ്യണമെന്ന രൂപം അവൾക്ക് മുമ്പിൽ തെളിഞ്ഞില്ല. പീരീഡ്സ് എത്തിയിട്ട് 10 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്ത് ചെയ്യും? അവളാകെ ആലോചനയുടെ റൂമിലേക്ക് നടന്നു. അമ്മയ്ക്ക് തന്നെ മാറ്റം പെട്ടെന്ന് മനസ്സിലായി കാണും. അതായിരിക്കും അങ്ങനെ ചോദിച്ചത്. ഈശ്വരാ. അവൾ തന്റെ വയറിൽ പതിയെ കൈകൾ വെച്ചു. ഏയ് ഇല്ല, ഒരിക്കലും ഒന്നും ഉണ്ടാവില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ആരും അറിയാതെ കളയണം. ശ്രീമംഗലത്തെ ശ്രീഹരിയുടെ ഭാര്യ എന്ന പദവി നഷ്ടപ്പെടുത്താൻ വയ്യ. മനസ്സിൽ ഉറപ്പിച്ച് അവൾ ഡ്രസ്സ് മാറി പുറത്തിറങ്ങി. ഇനി ആരും കാണാതെ അവിടുന്ന് പുറത്തിറക്കണം, അതേ വഴിയുള്ളൂ. പതുക്കെ 4 ഭാഗവും നോക്കി അവൾ താഴേക്ക് ഇറങ്ങി. അപ്പോഴാണ് അടുക്കളയിൽ നിന്ന് സിത്തു ആളിലേക്ക് വന്ന്. ശില്പ താഴേക്ക് ഇറങ്ങുന്നേണ്ട സിത്തു ശില്പ കാണാതെ പതിയെ പുറകോട്ട് വലിഞ്ഞു. പമ്മിയുള്ള ശില്പയുടെ നടത്തവും നോട്ടവും സിത്തു ഒളിഞ്ഞെന്ന് നിരീക്ഷിച്ചു. ശില്പ ആളിലൊന്നും ആരുമില്ലെന്ന് കണ്ടതും മുൻവശത്തേക്ക് നടന്നു. എങ്ങനെയോ അവൾ ഗേറ്റിനരികിലെത്തി. പെട്ടെന്ന് അവൾക്കൊരു ഓട്ടോയും കിട്ടി. ഓഫീസിൽ ഇന്ദ്രനും ശ്രീഹരിയും പുതിയൊരു പ്രൊജക്ടിന്റെ കാര്യം സംസാരിച്ചിരിക്കുമ്പോഴാണ് സിത്തുവിന്റെ കോൾ ഇന്ദ്രന്റെ ഫോണിൽ വന്ന്. കോൾ അറ്റൻഡ് ചെയ്തിട്ട് സിത്തു പറഞ്ഞ പ്രകാരം ഇന്ദ്രൻ കുറച്ച് മാറി നിന്നു. ഒരു ഞെട്ടിലോടെ ഓക്കെ പറഞ്ഞിട്ട് അവൻ തിരികെ ശ്രീഹരിയുടെ അരികിലേക്ക് വന്നു. ഏട്ടാ, നമുക്കിവിടെ വരെ പോകാനുണ്ട്. എവിടെയെന്ന് ശ്രീഹരി ചോദിച്ചു. പറയാമെന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ പുറത്തേക്ക് കടന്നു. ഒന്നും അറിയാതെ പിന്നാലെ ശ്രീഹരിയും. ഓഫീസിൽ ഇറങ്ങി തന്റെ കാറിന്റെ അരികിലേക്ക് പോകുമ്പോൾ മായയുടെ അച്ഛനെ ഇന്ദ്രനെ നോക്കി. എന്നിട്ട് ഒന്നും മിണ്ടാ വേഗത്തിൽ നടന്നു. മാധവനാണെങ്കിൽ എന്തായിരിക്കും ഇന്ദ്രൻ തന്നെ ഇങ്ങനെ നോക്കിയതിന്റെ അർത്ഥമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും ഇന്ദ്രന്റെ കാറ് ഓഫീസ് ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയിരുന്നു. അല്ല മോളെ, അവൾ തീരെ ഈ അടുക്കള ഭാഗത്തേക്കൊന്നും വരാറില്ലേ? ശോഭ ചോദിച്ചു. മായ അമ്മയ്ക്ക് നേരെ തിരിഞ്ഞു. ഇല്ല അമ്മ, അവൾ എപ്പോഴും മുകളിലെ റൂമിൽ തന്നെയാ. പിന്നെ അവൾ വരേണ്ട ജോലിയൊന്നുമില്ലല്ലോ ഇവിടെ. എനിക്ക് അമ്മയ്ക്കും ചെയ്യാനുള്ളതേ ഉള്ളൂ. പിന്നെ ശ്രീയേട്ടൻ്റെ അമ്മയുണ്ടല്ലോ, അവൾ കുട്ടിയല്ലേ, അവൾ വരണമെന്നില്ല. അവൾ ഇങ്ങോട്ട് വന്ന് സഹായിക്കൊന്നും വേണ്ടായിരുന്നു. ഈ വീട്ടിൽ നല്ല രീതിയിൽ എല്ലാവരോടും പെരുമാറിയാൽ മതിയായിരുന്നു, അത് മാത്രം. അങ്ങോട്ട് വന്ന പത്മം പറഞ്ഞു കേട്ട് ശോഭ അവരെ സങ്കടത്തോടെ നോക്കി. താനിങ്ങനെ ടെൻഷൻ ആവില്ലേ? ഒന്നും ഉണ്ടാവില്ല. 3-4 ദിവസം വൈകുന്ന ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. താനൊന്ന് സമാധാനപ്പെടുക. എന്നാലും നമുക്ക് ഹോസ്പിറ്റൽ വരെ പോവാം. അപ്പം അറിയാലോ. പ്രശാന്തേട്ടാ, എനിക്കാകെ എന്തോ പോലെ പേടിയാവുക. ഇനി അതോ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? ഞാൻ കൊണ്ടുവന്നോളാം നിന്നെ. ഏയ്, അതൊന്നും പറ്റില്ല. ശില്പ പൊട്ടിത്തെറിച്ചു. പിന്നെ തന്റെ തീരുമാനം എന്താ? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആരും അറിയാതെ കളയാം. എന്ത് ചെയ്തിട്ടായാലും അതിന് പ്രശാന്തേട്ടൻ കൂടെ നിൽക്കണം. എന്നിട്ട്? പ്രശാന്ത് സംശയത്തോടെ അവൾ നോക്കി. എന്നിട്ടെന്താ, ഇപ്പൊ ജീവിക്കുന്ന പോലെ അങ്ങ് ജീവിക്കും. ശ്രീമംഗലത്തെ ശ്രീഹരിയുടെ ഭാര്യയായിട്ട്. ഓഹോ, അപ്പൊ അതാണ് മോളുടെ മനസ്സിൽ. ഒരു പെണ്ണിന് കിട്ടാവുന്നത്ര സുഖങ്ങളെല്ലാം എന്നിൽ നിന്ന് നേടിയെടുത്തു. എന്നിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ താലിയെട്ടിയുടെ കൂടെ മുന്നോട്ടുള്ള ജീവിതം ജീവിക്കുന്നു. കൊള്ളാം. സംഭവിക്കാനുള്ള സംഭവിച്ചു. ഇനി ആവർത്തിക്കാൻ ഉദ്ദേശമില്ല. ഇത് കഴിഞ്ഞാൽ പ്രശാന്തിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി. ഈ കാര്യത്തിൽ പ്രശാന്തിന്റെ എന്നെ ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കളയാൻ കൂടെ ഉണ്ടാവണം. ശ്രീയേട്ടനെ വിട്ടിട്ട് ഈ ശില്പക്ക് ഒരു കളിയുമില്ല. ഓഹോ, എന്നിട്ട് ഞാൻ വിളിച്ചപ്പോൾ വന്നോ? അന്ന് ഈ ശ്രീയേട്ടൻ എവിടെയായിരുന്നു? ഇതുവരെ ഇല്ലാത്തൊരു സ്നേഹം ഇവിടുന്ന് പൊങ്ങി വന്നു. ഇപ്പോൾ അതൊക്കെ സംഭവിച്ചു പോയി. എന്നാലും പ്രശാന്തേട്ടൻ എൻ്റെ കൂടെ ആദ്യം ഇതൊന്ന് ക്ലിയർ ചെയ്യട്ടെ. ഓക്കെ, വരാം. അത് കേട്ടോ ശില്പ പുറത്തേക്ക് ഇറങ്ങി. പിന്നാലെ ഡ്രസ്സ് മാറി പ്രശാന്തും. കയറ്. പ്രശാന്ത് ബൈക്ക് സ്റ്റാർട്ടാക്കിയിട്ട് അവളോട് ആവശ്യപ്പെട്ടു. 4 ഭാഗവും നോക്കിയിട്ട് അവൾ അവൻ്റെ ബൈക്കിന്റെ പുറകിലേക്ക് കയറി. സിത്വാർ പോകുന്ന നോക്കി ഊറി ചിരിച്ചു. എന്നാൽ അവർ ഉദ്ദേശിച്ചത് എന്തായിരിക്കും? എന്ത് സഹായിക്കും ശില്പ അയാളോട് ആവശ്യപ്പെട്ട്? അതെന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. അത്ര തന്നെ കേട്ട് ഭാഗ്യത്തിനാണ്. പിന്നിലെ ജനാലയുടെ അടുത്തുനിന്ന് അവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട്. ഇനി മായയെടുത്ത് അപായപ്പെടുത്താനുള്ള വല്ല ഹെൽപ്പുമായിരിക്കും അവൾ ചോദിച്ച്. ഈശ്വരാ. സിത്തു നെഞ്ചിൽ കൈവച്ചു. പ്രശാന്തേട്ടനെ ഈ കാര്യത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്യണം. ശ്രീയേട്ടനെ വിട്ടിട്ട് ഈ ശില്പക്ക് ഒരു കളിയുമില്ല. ഓഹോ, എന്നിട്ട് ഞാൻ വിളിച്ചപ്പോൾ വന്നോ? അന്ന് ഈ ശ്രീയേട്ടൻ എവിടെയായിരുന്നു?
ഇതുവരെ ഇല്ലാത്തൊരു സ്നേഹം ഇവിടുന്ന് പൊങ്ങിയൊന്നും ഇപ്പോ അതൊക്കെ സംഭവിച്ചു പോയി. എന്നാലും പ്രശാന്തിന് എൻ്റെ കൂടെ വാ. ആദ്യം ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവട്ടെ. ഇത്രയും കാര്യങ്ങൾ സിത്തുവിന്റെ മനസ്സിൽ അങ്ങനെ നിറഞ്ഞു നിന്നു. ആലോചിച്ചെന്നാൽ ശരിയാവില്ല. എത്രയും പെട്ടെന്ന് അവരെ ഫോളോ ചെയ്യണം. എന്നാലേ അവരുടെ പ്ലാനിങ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. കുറച്ചപ്പുറത്തായി മാറ്റിയിട്ട് വണ്ടിയുടെ അരിയിലേക്ക് അവൾ നടന്നു. വീട്ടിൽ ഇന്ദ്രേട്ടന് സ്കൂട്ടി ഉണ്ടായിരുന്നു. അതിരുത്തിട്ടാണ് സിത്തു ശില്പയ്ക്ക് പിന്നാലെ പോകുന്നത്. ഒരു മിനിറ്റ്, അനുകൂലിക്കുന്നുണ്ട്. ശ്രീഹരി ഇന്ദ്രനെ നോക്കി പറഞ്ഞു. ഇന്ദ്രൻ വണ്ടി ഒതുക്കി നിർത്തി. ഹലോ അനു, പറയൂ. സർ, നമ്മൾ ഇന്നലെ പറഞ്ഞ ആ പ്രൊജക്ടിന്റെ കാര്യം സംസാരിക്കാൻ അരുൺ സാർ എത്തിയിട്ടുണ്ട്. അതെയോ? വെയിറ്റ് ചെയ്യാൻ പറയും. ഒരു 10 മിനിറ്റ്, ഞങ്ങളിതാ എത്തി. ഓക്കെ സാർ. എന്താ ഏട്ടാ? ആ അരുൺ എത്തിയിട്ടുണ്ടെന്ന്. ആ പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ. നമുക്ക് വേഗം ഓഫീസിലെത്തണം. ആ ഓക്കെ, എന്നാൽ ഞാനൊന്ന് സിത്തുവിനെ വിളിച്ച് കാര്യം പറയട്ടെ. അവൾ നോക്കട്ടെ അവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ തന്നെ ഇന്ദ്രൻ സിത്തുവിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇന്ദ്രൻ കാർ ഓഫീസിലേക്ക് തിരിച്ചു വിട്ടു. തൽക്കാലം അവരുടെ പ്ലാനിങ് എന്താണെന്ന് അറിയട്ടെ. എന്നിട്ട് അവരുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കുന്ന രീതിയിൽ സിത്തു കാര്യങ്ങൾ നോക്കിക്കോളാമെന്ന് പറഞ്ഞിട്ട് വേഗം കോള് കട്ട് ചെയ്തു. പ്രശാന്ത് ശില്പയും നേരെ പോയതൊരു മെഡിക്കൽ ഷോപ്പിലേക്കാണ്. പ്രശാന്ത് വാങ്ങിയ പ്രഗ്നൻസി കിറ്റ് അവളുടെ കയ്യിൽ കൊടുത്ത നിമിഷം അവളുടെ വിരലുകൾ അറിയാതെ വിറച്ചു. പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. താൻ എത്തിയിട്ട് നോക്കി വിളിക്ക്. അവളെ സമാധാനിപ്പിച്ചൊരു ഓട്ടോയിൽ കയറ്റി വിട്ട് പ്രശാന്ത് വീട്ടിലേക്ക് തിരിച്ചു. അപ്പൊ അതന്നെ ഏടത്തിക്കുള്ള പണി തന്നെയാവും, ഉറപ്പാ. ഒരു ഭയത്തോടെ സിത്തു സ്വയം പറഞ്ഞിട്ട് ഫോൺ എടുത്ത് ഇന്ദ്രനെ വിളിച്ച് നടന്ന കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു. നീ വീട്ടിലേക്ക് പോയിക്കോ, ഞങ്ങൾ വന്നോളാം എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ ഫോൺ കട്ട് ചെയ്തു. ശില്പ വീടിന് മുമ്പിൽ ഓട്ടോയിൽ ഇറങ്ങിയിട്ട് ആകെയും നോക്കി. ഒരുതരം നെഞ്ചിരിപ്പോടെ ഗേറ്റ് പതിയെ തുറന്ന് മുറ്റത്തേക്ക് കടന്നു. മുറ്റത്തൊന്നും ആരെയും കണ്ടില്ല. ഭാഗ്യം. നെഞ്ചിൽ കൈവച്ചിട്ട് അവൾ സിറ്റൗട്ടിലേക്ക് കയറി. ഈശ്വര, വാതിൽ ലോക്കാണെങ്കിലോ? ആകെ പെടുവല്ലോ. അപ്പോഴാണ് പെട്ടെന്ന് അവൾ പോലും ചിന്തിക്കാതെ വാതിൽ തുറക്കപ്പെട്ടത്. ആഹാ, ഏടത്തിയോ? ഇതെവിടെ പോയതാ? സിത്തു, അത് ഞാൻ മനസ്സിലായി. അന്ന് പറഞ്ഞ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയതാവും അല്ലേ? അതെ സിത്തു, പെട്ടെന്ന് അവൾ വിളിച്ചപ്പോൾ പോവേണ്ടി വന്നു. ഇപ്പോൾ വരാവേ, ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ. അതുമാണ് സിത്തൂരിയെ നോക്കി അവൾ വേഗത്തിൽ മുകളിലേക്ക് കയറിപ്പോയി. തൽക്കാലം ഇവരിവിടെ ഇല്ലാതിരുന്ന ആരും അറിയണ്ട. ശ്രീയേട്ടനും ഇന്ദ്രേട്ടനും വരട്ടെ. ഇന്നത്തോടെ അവിടെ എല്ലാ ഗൂഢാലോചനയും നിൽക്കും. അപ്പൊ സന്തോഷത്തോടെ ജീവിക്കുന്ന കൂടപ്പിറപ്പിന്റെ സന്തോഷം കളയണം. അവർ എന്നേക്കുമായിട്ട് ഒഴിവാക്കണം. അതാണ് ഉള്ളിരിപ്പ്. നടക്കില്ല മോളെ. ശില്പ പോയ വഴിയെ സ്വയം പറഞ്ഞ് സിത്തു അകത്തേക്ക് നടന്നു. ആകെ ഒരു പേടിയോടെ റൂമിലേക്ക് കടന്ന ശില്പ ഫോൺ ബെഡിൽ വെച്ചിട്ട് ബാത്റൂമിലേക്ക് കടന്നു. ബാത്റൂമിന്റെ ഡോർ അകത്ത് നിറഞ്ഞപ്പോൾ ശില്പയുടെ കൈകൾ വിറച്ചു. പ്രഗ്നൻസി കിറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ മുന്നിലുള്ള കണ്ണാടി നോക്കി. അവിടെ നിന്നിരുന്ന മുഖം തന്നെ അവൾക്ക് പരിചയമില്ലാത്ത പോലെ തോന്നി. ആകെ കരുവാളിച്ച് ക്ഷീണം തെളിഞ്ഞു കാണുന്ന മുഖം. ഈശ്വര, ഇനി പോസിറ്റീവായിരിക്കോ? നിമിഷങ്ങളുടെ കാത്തിരിപ്പ്. കിറ്റിലെ 2 വരകൾ തെളിഞ്ഞിരുന്നപ്പോൾ ശില്പയുടെ കണ്ണുകൾ ഒരു നിമിഷം അവിടെ തന്നെ തങ്ങി. അവൾ ശ്വാസം എടുക്കാൻ പോലും മറന്നുപോയി. നെഞ്ചിരിപ്പ് അതിരി കടന്ന് കാതിൽ മുഴങ്ങുന്ന ശബ്ദമായി മാറി. കയ്യിലെ കിറ്റ് പതുക്കെ താഴേക്ക് വഴുതിയപ്പോൾ അവൾ സിങ്കിന്റെ അരികിൽ പിടിച്ചു നിന്നു. ഇല്ലെങ്കിൽ കാലുകൾ വഴുതുമെന്ന ഭയം. ഇല്ല ഇല്ല, ഇങ്ങനെ വരേതായിരുന്നു. അവൾ ഉച്ചത്തിൽ അലറി. വാക്കുകൾ ഉള്ളിൽ മാത്രം ഒതുങ്ങി. തൊണ്ട വരണ്ടു. കണ്ണുകൾ നിറഞ്ഞുവെങ്കിലും കണ്ണുനീർ പുറത്തു വന്നില്ല. ആനന്ദമോ ഭയമോ കുഴപ്പമോ എന്താണെന്ന് തിരിച്ചറിയാൻ പോലും അവൾക്ക് ആയില്ല. ഒരു കുഞ്ഞിന്റെ സാന്നിധ്യം അവളുടെ ഉള്ളിലൂടെ ഒരു നിമിഷം തട്ടിക്കടന്നുപോയി. അതോടൊപ്പം ലോകം മുഴുവൻ ചോദ്യം ചെയ്യുന്ന കണ്ണുകളുടെയും ഭാവിയുടെ അനിശ്ചിതത്വത്തിന്റെയും ഭാരം. ശ്രീയേട്ടൻ, മായേച്ചി, അച്ഛൻ, അമ്മ, ശ്രീമംഗലം തറവാട്, അങ്ങനെ ഓരോന്ന് അവൾക്ക് മുമ്പിൽ തുറിച്ചു നോക്കുന്നു. അവൾ കണ്ണാടി നോക്കി. അവിടെ നിന്നിരുന്ന മുഖം ഇന്നലെ വരെ ഉണ്ടായിരുന്ന ശില്പയുടേതല്ലെന്ന് തോന്നി. ഈശ്വര, ഞാൻ... അവൾ തേങ്ങിക്കരഞ്ഞു. ഇല്ല, എനിക്കൊന്നുമില്ല. തന്റെ ശ്രീയേട്ടനെ നഷ്ടപ്പെടുത്താൻ വയ്യ. തനിക്കിത് വേണ്ട. ആ മനുഷ്യനെ ഈ സൗഭാഗ്യങ്ങളെയും നഷ്ടപ്പെടുത്താൻ വയ്യ. എങ്ങനെയെങ്കിലും ഇത് നശിപ്പിച്ചേ പറ്റുള്ളൂ. ഒരു നിമിഷം അറിയാതെ അവളുടെ കൈ വയറിന് മുകളിലേക്ക് പതിഞ്ഞു. ഇല്ല, അവിടെ ഒന്നുമില്ല. എന്നിട്ടും ഒരുപാട് എന്തോ ഉണ്ടെന്ന തോന്നൽ മാത്രം. ഇല്ല, ഒന്നുമില്ല, ഒന്നും. ഇനിയുണ്ടെങ്കിൽ തന്നെ തീരുമാനം മുന്നോട്ട് തന്നെ, പിന്നോട്ടില്ല. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ശില്പ ഒരു ദീർഘശ്വാസം വിട്ടു. ഒരു സമാധാനത്തോടെ കണ്ണുകൾ തുറന്ന് ബാത്റൂമിന്റെ ഡോർ നിന്ന് പുറത്തേക്ക് കടന്നു. ബെഡിലിരിക്കുന്ന തന്റെ ഫോൺ കയ്യിലെടുത്തു. നിമിഷങ്ങൾക്കുള്ളിൽ അപ്പുറത്ത് പ്രശാന്ത് കോൾ അറ്റൻഡ് ചെയ്തു. ശില്പയുടെ നെഞ്ചിരിപ്പ് നിയന്ത്രണം വിട്ടു. പ്രശാന്ത് ഏട്ടാ? അവളുടെ ശബ്ദം അവന്റെ കാതിലൊരു തേങ്ങലായി വന്ന് പതിഞ്ഞു. എന്നാലും മോളെ, ഇത്രയും സമയമായിട്ട് എന്താ അവിടെ നിന്ന് പുറത്തേക്ക് വരാത്ത്? എത്ര നേരമായി റൂമിൽ തന്നെ? എന്നും ഇത് തന്നെയാണോ സ്ഥിതി? ശോഭ ഒരുതരം വേവലാതിയോടെ ചോദിച്ച് മായെ നോക്കി. അങ്ങനെ പറയാൻ പറ്റില്ല അമ്മേ. ഇടയ്ക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇറങ്ങി വരും. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അതുമില്ല. മുഴുവൻ സമയം റൂമിൽ തന്നെ. അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ അന്ന്, മുത്തശ്ശിനോട് പോലെ എന്തൊക്കെയോ പറയുന്നു, തോന്നിയ പോലെ ഓരോന്നും ചെയ്യുന്നു. അതിൽ പിന്നെ ആരും അവളോടൊന്നും ചോദിക്കാനും പറയാനും പോവാറില്ല. ശ്രീയേട്ടൻ്റെ അമ്മ നല്ല കൂട്ടായിരുന്നു അവളുമായിട്ട്. നേരത്തെ അമ്മ പറഞ്ഞ് കേട്ടില്ലേ? അതാവസ്ഥ ഇപ്പോൾ. ഇങ്ങനെ പോയ എന്താ ചെയ്യാ മോളെ? അവളുടെ ജീവിതം എന്ത് ചെയ്യാനമ്മേ? നല്ലൊരു ജീവിതം അവൾ തന്നെ ഇല്ലാതാക്കിയാ. ശ്രീയേട്ടൻ അവൾക്ക് മുമ്പിൽ എത്രയും താഴാൻ തയ്യാറാ. എന്നിട്ട് അവൾ ഇങ്ങനെ തന്നെ. ഞാനൊന്ന് പോയിട്ട് അവളെ കാണട്ടെ. കിട്ടിയ ജീവിതം കളയരുതെന്ന് ഒരിക്കൽ കൂടി പറയട്ടെ.
ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഈ കുട്ടിക്ക് വിശപ്പൊന്നുമില്ലേ? അമ്മച്ചെന്ന് സംസാരിക്കുക. ഒരുപാട് സംസാരിച്ചാലും അമ്മയും അച്ഛനും അവളോട്. എന്നിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായോ? എന്തായാലും അമ്മ ചെന്ന് നോക്ക്, കഴിക്കാനെങ്കിലും വിളിച്ചേക്ക്. ശോഭ ഒരു നെടുവീർപ്പോടെ ഹാളിൽ നിന്ന് എഴുന്നേറ്റു. പ്രശാന്ത് ഏട്ടാ. അവളുടെ ശബ്ദം അവന്റെ കാതിലൊരു തേങ്ങലായി വന്ന് പതിഞ്ഞു. ശില്പ എന്താ? അവന്റെ ശബ്ദം പെട്ടെന്ന് ഉത്കണ്ഠയായി മാറി. അവൾ ഫോൺ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വാക്കുകൾ പുറത്തേക്ക് ഇറങ്ങാൻ വഴിയില്ലാതെ തള്ളിക്കയറി. ഞാൻ അപ്പുറത്തെ ശ്വാസം പിടിച്ചിരുത്തിയ ഒരു നിശബ്ദത. ശില്പ എന്താ? നീ ശരിക്കും പറയൂ. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ പൊഴിഞ്ഞു. പ്രശാന്ത് ഏട്ടാ, ഞാൻ വാക്ക് അവളുടെ ചുണ്ടിൽ തകർന്നു. ഞാൻ പ്രഗ്നന്റാ. ഉറപ്പാണോ? അവന്റെ ശബ്ദം മുറിഞ്ഞു. അതെ, വീണ്ടും നോക്കി, ഒന്നും തെറ്റല്ല. ആ വാക്കുകൾ ഫോണിലൂടെ ഒഴുകിയപ്പോൾ അപ്പുറത്തൊന്നും കേൾക്കാനില്ലായിരുന്നു. 1 നിമിഷം, 2, 3. പ്രശാന്ത് ഏട്ടാ, അവൾ വിറയുന്ന ശബ്ദത്തിൽ വിളിച്ചു. അവൻ ദീർഘമായി ശ്വാസം വിട്ടു. എനിക്ക് പേടിയാ പ്രശാന്ത് ഏട്ടാ, ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആലോചിക്കുമ്പോഴേ പേടിയും വിറയിലും കൂടി വരിക. ഫോണിന്റെ അപ്പുറത്ത് അവൻ മൗനം പാലിച്ചു. ആ മൗനം അവിടെ നെഞ്ചി കീറി തുറന്നു. പിന്നെ അവൻ പതുക്കെ ചോദിച്ചു. കളയണം, അത് തന്നെ, മറ്റൊരു തീരുമാനമില്ല. എനിക്കാവില്ല ഇതുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ. അവളുടെ ശബ്ദം കനത്തു. ശില്പ, ഇത് കളയാനുള്ള നിന്റെ തീരുമാനം മാറ്റിക്കൂടെ? ഒന്നുകൂടെ ആലോചിച്ച്. അവളുടെ ശ്വാസം പെട്ടെന്ന് മുറിഞ്ഞു. ഹൃദയം മിടിച്ചു. നോ! അവൾ ആർത്തു. എനിക്കിപ്പോ നിങ്ങൾ എന്റെ കൂടെ നിൽക്കുമെന്ന് അറിയണം, അത് മാത്രം. മറ്റൊന്നും എനിക്ക് കേൾക്കണ്ട. ഫോണിന്റെ അപ്പുറത്ത് അവൻ പൂർണ്ണ നിശബ്ദനായി. പ്രശാന്ത് ഏട്ടാ, ആൾ വീണ്ടും വിളിച്ചു. നീ തീരുമാനിച്ച അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ കൂടെ നിൽക്കും. പെട്ടെന്ന് അവൾ ഫോൺ കട്ട് ചെയ്ത് ബെഡിലേക്ക് എറിഞ്ഞു. അവൾ കണ്ണുകൾ അടച്ചു. അത് ആശ്വാസമല്ലായിരുന്നു, പക്ഷേ തകർന്നു പോവാതിരിക്കാനുള്ള ഒരു പിടിവള്ളി മാത്രം. ഫോൺ കയ്യിൽ തന്നെ പിടിച്ച പ്രശാന്ത് ഏറെ നേരം നിശ്ചലനായി നിന്നു. സ്ക്രീൻ കറുത്തിരുന്നു. എന്നാൽ അവളുടെ ശബ്ദം ഇനി അവന്റെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. അവൻ ദീർഘമായി ശ്വാസം വിട്ടു. നെഞ്ചെന്തോ ഭാരം കിട്ടിയ പോലെ. തന്റെ കുഞ്ഞ്. ആ വാക്ക് അവന്റെ മനസ്സിൽ തന്നെ പുതുമയോടെ മുഴങ്ങി. വേണ്ട, ഒന്നും ഓർക്കണ്ട. അവൻ തലയൊന്ന് വെട്ടിച്ച് കണ്ണുകൾ പതിയെ അടച്ചു. മോളെ, വാതിലുറക്ക്. ശോഭയുടെ ശബ്ദം പുറത്തുനിന്ന് കേട്ടതും പതിയെ അവൾ കണ്ണുകൾ തുറന്നു. ഉള്ളിലാകെ ഭയമാണ്. എങ്ങനെ അമ്മയെ ഫേസ് ചെയ്യും? തന്റെ അവസ്ഥയെ ഓരോന്ന് അമ്മയ്ക്ക് മനസ്സിലാവും. അമ്മയാണ്. ഈ കാര്യത്തിൽ അമ്മമാരെ വഞ്ചിക്കാനാവില്ല. ഒരു നോട്ടം മതിയെല്ലാം വായിക്കാൻ. ഈ ശരീരം, ഈ മൗനം, ഈ കണ്ണുകൾ, എല്ലാം ഒരു നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കി. മുഖം വിളറിയിരിക്കുന്നു. മോളെ. വീണ്ടും അമ്മയുടെ ശബ്ദം. ആ സ്വരത്തിൽ എന്തൊക്കെയോ ആശങ്ക നിറഞ്ഞിരുന്നു. അവളൊരു ദീർഘശ്വാസം വിട്ട് വയറിനുമേൽ കൈ പതിഞ്ഞു. ഭയം വേദനയായി മാറി. എന്തു പറഞ്ഞാലും സത്യം പറയാൻ പറ്റുമോ? അമ്മയുടെ മകൾ സ്വന്തം ഭർത്താവിനാലല്ലാതെ മറ്റൊരുവനാൽ ഗർഭിണിയായി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഒന്നിനും പറ്റില്ല. വാതിലിനരികിലേക്ക് നടക്കുമ്പോൾ കാലുകൾ വിറച്ചു. വാതിൽ തുറക്കുമ്പോൾ അമ്മയുടെ കണ്ണുകൾ അവിടെ മുഖത്ത് പതിഞ്ഞു. അവിടെ കോപമില്ലായിരുന്നു, അന്വേഷണവുമില്ലായിരുന്നു, വേവലാതി മാത്രം. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.